അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുഞ്ചിരിക്കുക എന്നാൽ പൂവായിരിക്കുക എന്നതാണ്. ആമുഖങ്ങളേതുമില്ലാതെ ഒരു ഭാഷയുടെയും അകമ്പടിയില്ലാതെ എത്രയെത്ര മനുഷ്യരിലേക്കാണ് നമ്മൾ ഈ പുഞ്ചിരി എന്ന ഭാഷയുമായി കടന്നു ചെന്നത്. നിങ്ങൾ ഫലസ്തീനിലെ കുരുന്നുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ ഏറ്റവും വലിയ വിമോചനത്തിൻ്റെ മന്ത്രമേതാണ്? പുഞ്ചിരിയാണ്. തോക്കെടുത്തു നിൽക്കുന്ന പട്ടാളത്തിനു മുന്നിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കുരുന്നുകളുടെ നിഷ്കളങ്കതയാണ് അവിടുത്തെ ഏറ്റവും വലിയ വിമോചന പോരാട്ടം എന്നുള്ളത്. വിമോചനത്തിന് പുഞ്ചിരി നൽകുന്ന ഭാഷയാണിത്. പുഞ്ചിരി ഏറ്റവും ശക്തമായ ഒരു ആയുധമാവുകയാണ്. ഒരു മനുഷ്യന് പുഞ്ചിരിക്കാനാവുന്നുണ്ടെങ്കിൽ അവനിപ്പോഴും മനുഷ്യനായി തന്നെ അവശേഷിക്കുന്നുണ്ട് എന്നാണ്. എന്തെന്നാൽ മനുഷ്യനല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് പുഞ്ചിരിക്കാൻ സാധിക്കുക? ഒരു മനുഷ്യൻ എങ്ങനെയാണ് പുഞ്ചിരിക്കാതിരിക്കാൻ സാധിക്കുക? തൻ്റെ അപരനെയും മനുഷ്യനായി പരിഗണിക്കുന്ന ആ പരിഗണനയുടെ പ്രാഥമിക സൂചനയാണ് അവനെ നോക്കി പുഞ്ചിരിക്കുക എന്നത്. ഒരു ഭാഷയുടെയും മുഖവുരകളില്ലാതെ അനേകം മനുഷ്യരിലേക്ക്, അനേകം ബന്ധങ്ങളിലേക്ക്, അനേകം സ്നേഹങ്ങളിലേക്ക് കടന്നു ചെല്ലാനുള്ള മനുഷ്യൻ്റെ ഉപാധിയാണ് പുഞ്ചിരി എന്നുള്ളത്. വിഷാദത്തിൻ്റെ തീവ്രമായ മൂർധന്യതയിൽ നിൽക്കുന്ന ഒരു സുഹൃത്തിന് നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം അവനെ നോക്കി പുഞ്ചിരിക്കുക, അവനെ കേൾക്കുക, പ്രശ്നങ്ങൾ അറിയുക എന്നതാണ്. എന്നാൽ ഈ പുഞ്ചിരി ഇല്ലാതിരിക്കുമ്പോഴാണ്, അങ്ങനെ പുഞ്ചിരിക്കാൻ ഒരാളും ഒരാൾ മരണത്തെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങുന്നത്, ഒരാൾ ആത്മഹത്യയെക്കുറിച്ചൊക്കെ ആലോചിച്ച് ആശ്വാസമാകുന്നുണ്ടെങ്കിൽ അതുതന്നെയാണല്ലോ ഏറ്റവും വലിയ ധർമ്മം എന്നത്. പാർശ്വഫലങ്ങളേതുമില്ലാത്ത, ഒരു രൂപ പോലും വില കൊടുക്കേണ്ടി വരാത്ത ബന്ധങ്ങളെ, മുഖങ്ങളെ മനോഹരമാക്കുന്ന ഒരു മേക്കപ്പാണ് യഥാർത്ഥത്തിൽ പുഞ്ചിരി എന്നുള്ളത്. അപരനെ വെറുക്കുന്ന, അപരൻ്റെ വസ്ത്രത്തിലും ഭക്ഷണത്തിലും നോട്ടത്തിൽ പോലും വെറുപ്പ് കണ്ടെത്തുന്ന ഒരു കാലത്ത് അപരനെ നോക്കി പുഞ്ചിരിക്കുക എന്നത് ഒരു സമരമാണ്. മഞ്ഞിൻ്റെ അവസാന ഭാഗത്ത് സർദാർജി പറഞ്ഞതുപോലെ ഇടയ്ക്കൊക്കെ ചിരിക്കണം, ഇല്ലെങ്കിൽ ആ മഹാസിദ്ധി നഷ്ടപ്പെട്ടു പോകും. പുഞ്ചിരിക്കുക എന്നാൽ ഒരു പൂവായിരിക്കുക എന്നതാണ്. പുഞ്ചിരിക്കുക എന്നാൽ ഒരു പൂവായിരിക്കുക എന്നതാണ്.